ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. നമ്മളിന്നൊരു പുതിയ യൂണിറ്റിലോട്ട് പോവുകയാണ്. S1 ഫിസിക്സ് പഠിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയതായിട്ട് തുടങ്ങിയ ക്ലാസ്സിൻ്റെ ആദ്യത്തെ സെക്ഷനാണ്. മൊഡ്യൂൾ 1 നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ക്വാണ്ടിറ്റീസ് എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ ക്ലാസ്സുകൾ കേൾക്കുക, കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ആദ്യം ക്ലാസ്സിലോട്ട് നമ്മൾ ഡയറക്റ്റ് പോവുകയാണ്. വേറെ ഒന്നും പറയുന്നില്ല. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ പറഞ്ഞ പേരാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് സമയം അളക്കാം, മാസ് അളക്കാം, സ്പീഡ്, വെലോസിറ്റി, മൊമെൻറ്റം, ആക്സിലറേഷൻ, പ്രഷർ, ഇതെല്ലാം നമുക്ക് അളക്കാൻ പറ്റുന്ന ഏത് ക്വാണ്ടിറ്റീസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. രണ്ടാമത് വിളിക്കുന്ന പേരാണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് നമുക്ക് അളക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് നമുക്കുണ്ട് നിലവിൽ. അളക്കാൻ നമുക്ക് നമ്മുടെ അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം, സുഹൃത്തിനോടുള്ള സ്നേഹം ഒന്നും നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ വീട്ടിലൊരു ചിക്കൻ കറി വെച്ചാലോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് മണം മൂക്കിലോട്ട് അടിക്കും. അതിൻ്റെ ഒന്നും മണം നമുക്ക് കൃത്യമായിട്ട് അളന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് കൊണ്ട് അളക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസിനെ നമ്മൾ നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. Okay, the quantities which are not measurable, they are called non-physical quantities. Example, love, smell, touch, ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യൂലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ അതർ ക്വാണ്ടിറ്റീസ്, ദേ ആർ കോൾഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമുക്ക് 7 എണ്ണമാണുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, അങ്ങനെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസാണ് നമുക്കുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഫോർമുലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ആശ്രയിക്കുമെങ്കിൽ, ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ അതിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ അതർ ക്വാണ്ടിറ്റീസ്, ദേ ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ദേ ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾ കൃത്യമായിട്ട് നോക്കുക. സ്പീഡ്, വെലോസിറ്റി, മൊമെൻറ്റം, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇമ്പൾസ്, എനർജി, വർക്ക്, ഡെൻസിറ്റി, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിളാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാണ് എന്താണ് യൂണിറ്റ് എന്ന് പഠിച്ചു. അതായത് നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് റെഫറൻസാണ്. അതിനെയാണ് നമ്മൾ വിളിച്ചത് യൂണിറ്റ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് വാല്യൂവിനെ വിളിച്ച പേരാണ് യൂണിറ്റ്. അപ്പോൾ എന്താണ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ എ സ്റ്റാൻഡേർഡ് റെഫറൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്പയർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നമ്മളെ സ്റ്റാൻഡേർഡ് റെഫറൻസിനെ വിളിച്ച പേരാണ് യൂണിറ്റ്. പരീക്ഷയ്ക്ക് ഒരു തവണ ഇങ്ങനെ തന്നെ ചോദിച്ചായിരുന്നു. എ സ്റ്റാൻഡേർഡ് റെഫറൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്പയർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഡാഷ്. അപ്പോൾ നിങ്ങൾ എഴുതണം യൂണിറ്റ്സ് ആണ്. കൃത്യമായിട്ട് അത് പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു സിസ്റ്റംസാണ്. സിസ്റ്റംസിൽ നമുക്ക് നിലവിൽ 4 സിസ്റ്റംസാണ് ഉള്ളത്. ഒന്നാമത്തെ സിസ്റ്റമാണ് CGS സിസ്റ്റം, രണ്ടാമത്തെ സിസ്റ്റമാണ് FPS സിസ്റ്റം, മൂന്നാമത്തെ സിസ്റ്റമാണ് MK സിസ്റ്റം, നാലാമത്തെ സിസ്റ്റത്തിൻ്റെ പേര് SI സിസ്റ്റം. ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. CGS സിസ്റ്റത്തിൽ C ഉദ്ദേശിക്കുന്നത് സെൻറ്റിമീറ്ററിനെയാണ്, G ഉദ്ദേശിക്കുന്നത് ഗ്രാമിനെയാണ്, S ഉദ്ദേശിക്കുന്നത് സെക്കൻഡിനെയാണ്. അതായത് CGS സിസ്റ്റത്തിൽ നിങ്ങൾ ലെങ്തിനെ അളക്കാനുള്ളത് സെൻറ്റിമീറ്ററിലും, മാസിനെ അളക്കാനുള്ളത് ഗ്രാമിലും, സമയത്തിനെ അളക്കാനുള്ളത് സെക്കൻഡിലുമാണ്. അത്തരം സിസ്റ്റത്തികളെ നിങ്ങൾ വിളിക്കേണ്ട പേരാണ് CGS സിസ്റ്റം. ഇൻ CGS സിസ്റ്റം ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് സെൻറ്റിമീറ്റർ, മാസ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഗ്രാം, ടൈം ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് സെക്കൻഡ്. സച്ച് സിസ്റ്റംസ് ആർ കോൾഡ് CGS സിസ്റ്റം. അടുത്ത സിസ്റ്റമാണ് FPS സിസ്റ്റം എന്ന് വിളിക്കും. F ഫോർ ഫൂട്ടാണ്, P ഫോർ പൗണ്ടാണ്, S ഫോർ സെക്കൻഡാണ്. അപ്പോൾ ഇൻ FPS സിസ്റ്റം ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഫൂട്ട്, മാസ് ഈസ് measured in terms of pound, time is measured in terms of second. Such systems are called FPS system. അടുത്ത MK system എന്ന് പറഞ്ഞാൽ M for meter ആണ്, K for kilogram ആണ്, S for second ആണ്. അപ്പോൾ in MK system length is measured in terms of meter,
Mass is measured in terms of kilogram, time is measured in terms of second. Such systems are called MK system. നമുക്ക് നിലവിൽ ഈ 3 സിസ്റ്റവും ഇല്ല. ഇപ്പോൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൻ്റെ പേരാണ് SI സിസ്റ്റം എന്ന് പറയും. SI സിസ്റ്റം എന്ന് പറയുമെങ്കിലും നമ്മൾ തിരിച്ചാണ് പറയാനുള്ളത്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ് അതിൻ്റെ പേര്. SI സിസ്റ്റത്തിൻ്റെ ഫുൾ ഫോമാണ് ഞാൻ പറഞ്ഞത്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. അതിൻ്റെ അകത്ത് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസുമാണ് ഉള്ളത്. എന്താണ് ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, അങ്ങനെയുള്ള 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. അവരുടെ യൂണിറ്റും സിമ്പലും എന്താണെന്ന് നമ്മൾ പഠിക്കണം. ലെങ്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ, അതിൻ്റെ സിമ്പൽ എം ആണ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, അതിൻ്റെ യൂണിറ്റ് kg ആണ്. ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്സ് ആണ്, അതിൻ്റെ സിമ്പൽ S ആണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംബിയർ ആണ്, അതിൻ്റെ സിമ്പൽ A ആണ്. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്, നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ K ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റാണ് മോൾ, നമ്മൾ സിമ്പിളായിട്ട് എഴുതുമ്പോൾ MOL എന്ന് എഴുതും. അതുപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റിൻ്റെ SI യൂണിറ്റാണ് ക്യാൻഡില, CD എന്ന് എഴുതും. അടുത്ത നമ്മൾ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് പറഞ്ഞു. ആ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസിൽ ഒന്നാമത്തെ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റിയാണ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ എന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ചെയ്യുക. അതിൻ്റെ SI യൂണിറ്റ് റേഡിയനാണ്, നമ്മൾ RAD എന്ന് എഴുതും. റേഡിയനെ ചുരുക്കി എഴുതുന്നതാണ് RAD എന്നുള്ളത്. അടുത്ത രണ്ടാമത്തെ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റിയാണ് സോളിഡ് ആംഗിൾ എന്നാണ് പറയുന്നത്. സോളിഡ് ആംഗിളിൻ്റെ ഡെഫിനിഷൻ ഏരിയ ഇൻ്റർസെക്റ്റ് ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. ഏരിയ ഇൻ്റർസെക്റ്റ് ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ. അതിൻ്റെ SI യൂണിറ്റ് നമ്മൾ പറയുന്നത് സ്റ്റെറേഡിയൻ ആണ്, SR എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ 1 യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ജസ്റ്റ് പഠിക്കുക. നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുള്ള സിസ്റ്റംസാണ് ഇതിനകത്ത്. 4 സിസ്റ്റംസ് പറഞ്ഞല്ലോ: CGS സിസ്റ്റം, FP സിസ്റ്റം, MK സിസ്റ്റം, SI സിസ്റ്റം. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക, നമുക്ക് വന്നാൽ എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. അപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വെരി ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഓൾ.